ഞാൻ കൃത്യം മറുപടി അല്ലല്ല ശരി മറുപടി ഞാൻ ഡേറ്റ് വെച്ചല്ലേ പറയുന്നത് പറയട്ടെ മറുപടി പറയട്ടെ ഞാൻ ഡേറ്റ് വെച്ചല്ലേ പറയുന്നത് 13 ഞാൻ ഡേറ്റ് വെച്ചാണ് പറയുന്നത് അല്ലാതെ ISI പോലത്തുള്ള തെള്ളല്ല 13/4/1921 രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് ഇത് വിഭാവനം ചെയ്യുന്നത്. ഹിന്ദു ക്രിസ്ത്യൻ മറ്റു ന്യൂനപക്ഷങ്ങൾ മുസ്ലിം ഗാന്ധിജിയോട് 46 ചോദിക്കുന്നുണ്ട്. ഗാന്ധിജി അന്നും പറയുന്നത് എന്റെ രാജ്യത്തിന്റെ മതസൗഹാർദ്ദത്തിന്റെ കൊടിയാണ് എന്നാണ്. പിന്നെ തിരുത്താൻ ആഗ്രഹമുള്ള ഒരാൾ ഉണ്ടായിരുന്നു, ഗോഡ്സെ. ഗാന്ധിജിയെ കൊല്ലാൻ ഗോഡ്സെ പറയുന്ന കാരണങ്ങളിൽ ഒന്ന് കാവി പതാക മഹാത്മാഗാന്ധി ഇടപെട്ടാണ് ത്രിവർണ്ണ പതാകയാക്കിയതാണ്. അതാണ് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കാരണങ്ങളിൽ ഒന്ന്. ഗാന്ധിജി 46 വരെ ഇങ്ങനെയാണ് പറഞ്ഞത്. ഗാന്ധിജി എന്റെ സുഹൃത്തെ 1931 ഈ കൊടി ഒഫീഷ്യലി അക്സെപ്റ്റ് ചെയ്യപ്പെടുന്നത്. അതല്ല, ഗോൾവാക്കർക്ക് അപ്പുറം തിരുവനന്തപുരം പ്രശ്നമായിരുന്നു ഷാബു. അത് കാൽപതാകമാണെന്നായിരുന്നു ഗോൾവാക്കർ പറഞ്ഞുകൊണ്ടിരുന്നത്. എന്റെ സമയമാണ് ശ്രീ ഷാബു പ്രസാദ് അല്ലല്ല പറഞ്ഞോട്ടെ. ശ്രീ ഷാബു പ്രസാദ് മിസ്കോട്ട് ചെയ്യാൻ അങ്ങനെയല്ല. അങ്ങ് ഒന്നുകൂടെ വായിക്കണം. അങ്ങക്ക് അറിവില്ലെങ്കിൽ കള്ളം പറയരുത്. നേരെ തിരിച്ചാണ്. ആദ്യം കാവ്യയും പച്ചയും മാത്രമാണ് ഗാന്ധിജി വെക്കുന്നത്. ദയവായി മണ്ടത്തരം പറയാതിരിക്കൂ. ആദ്യം കാവ്യയും പച്ചയും. ശ്രീ ഷാബു പ്രസാദ് മിണ്ടാതിരിക്കണം. ഒന്നാമത് മണ്ടത്തരം പറയരുത്. ചുമ്മാ പൊട്ടത്തരം വിളിച്ച് പറയരുത്. ബാക്കി ചരിത്രം അറിയാൻ ആൾക്കാർ ഇവിടെ ഉണ്ട്. ചുമ്മാ മണ്ടത്തരം വിളിച്ച് പറയരുത്. ഗാന്ധിജി പറയുന്നത് ആദ്യം ബേസിക് കാര്യം പോലും അറിയില്ല. ഗാന്ധിജി പറയുന്നത് ആദ്യം കാവ്യയും പച്ചയും അതിനുശേഷമാണ് ഗാന്ധിജി പറയുന്നത് നമ്മൾ രണ്ടും മാത്രമല്ല ബാക്കി മതവിഭാഗങ്ങളും ഉണ്ട്. നിങ്ങൾക്ക് അറിവില്ലെങ്കിൽ നിങ്ങൾ മണ്ടത്തരം വിളിച്ച് പറയുന്നില്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരിക്കണം. ഞാൻ ബഹളം വെച്ച് കാണിക്കാം. ഇതിന്റെ അപ്പുറത്തെ ബഹളം എനിക്ക് വെക്കാൻ അറിയാം. ശ്രീ ഷാബു പ്രസാദ് അവസാനം വരെ മിണ്ടാതിരിക്കാൻ എനിക്കറിയാം. പറയിക്കരുത്. ശ്രീ ഷാബു പ്രസാദ് എന്നെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവർ എന്നെ കുറിച്ച് ഗാന്ധിജിയെ പഠിപ്പിക്കണ്ട. ഗാന്ധിജിയെ കൊന്നവരുടെ നിലയ്ക്ക് ഗാന്ധിജിയെ പഠിക്കേണ്ട ആവശ്യമില്ല. ഗാന്ധിജിയെ കൊന്നവരുടെ പ്രത്യയശാസ്ത്രം പിന്തുടരുന്നവർ എന്നെ ഗാന്ധിജിയെ കുറിച്ച് പഠിപ്പിക്കണ്ട. അതുകൊണ്ട് ഗാന്ധിജി കൃത്യമായി പറയുന്നത് ഇത് ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമും ആണെന്നാണ്. ഇന്നും നിങ്ങൾക്ക് പൊള്ളുന്ന എന്താ അറിയാമോ? ക്രിസ്ത്യാനിയെ മുസ്ലിമിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാ. ഇന്നും ആ പച്ച മുസ്ലിം ആണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് മനസ്സിലെ വർഗീയതയാണ്. ഇന്നും ആ പച്ച മുസ്ലിമാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത് ഈ ത്രിവർണ്ണ പതാകയോടുള്ള ദേഷ്യം കൊണ്ടാണ്. ഈ ദേശീയ പതാകയോടുള്ള ദേഷ്യം കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്കത് പച്ചയാണെന്ന് അംഗീകരിക്കാൻ പറ്റാത്തത്. ശ്രീ ഷാബു പ്രസാദ് ഇപ്പോഴും ബഹളം വെക്കുന്നതിന്റെ ഉദ്ദേശം എന്താ അറിയാമോ? ഷാബു പ്രസാദ് പറയുന്നത് മുഴുവൻ കള്ളമാണ്. നമ്മുടെ ത്രിവർണ്ണ നമ്മൾ നെഞ്ചിൽ ചേർത്ത് വെക്കുന്ന നമ്മുടെ സമരമുഖങ്ങളിലൊക്കെ ഉള്ള നമ്മുടെ അഭിമാനമായ പ്രൗഢായ ത്രിവർണ്ണ പതാകയാണ്. ആ ത്രിവർണ്ണ പതാക ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്.